ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കമ്മിറ്റിയുടെ ആരാണ് ഇരിക്കുന്നത്? ഇയാളല്ലേ ചെയർ? ഈ ചീഫ് മിനിസ്റ്ററല്ലേ ചെയർ? എന്ത് ആക്ഷനാണ് ഇയാൾ എടുത്തത്? കുറെ പ്രസിഡന്റ് മുമ്പിൽ നിന്ന് പച്ച കള്ളത്തിനെ വിളിച്ച് പറയാണ് ഹെലികോപ്റ്ററുകൾ ഇറക്കി. ഇന്നും ഇന്നലെയും ഒരു ഹെലികോപ്റ്റർ ഇറക്കി. അത് ഇന്നലെ 1 മണിക്കൂർ ഓടി, ഇന്ന് 1 മണിക്കൂർ ഓടി. അങ്ങനെ പറയണം, വ്യക്തമായിട്ട് പറയണം. ഈ ഷിപ്പുകളൊക്കെ ഇറക്കി എന്ന് പറയുന്നല്ലോ, എത്ര ഷിപ്പുകൾ ഇറക്കി? ഞങ്ങൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ച് തിരക്കുന്നുണ്ട്, ആ ഐഡിയ വിളിച്ച് തിരക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഡീറ്റെയിൽസും ഇയാൾ പറയുന്ന ഡീറ്റെയിൽസും തമ്മിൽ അന്തരമുണ്ട്. എന്താണ് നോട്ടിക്കൽ മൈലെന്ന് പോലും അറിയാത്ത ഓഫീസേഴ്സ് ആണ് അവിടെ ഇരിക്കുന്നത്. മോളെ, നിങ്ങളുടെ അച്ഛൻ ഒരു VIP അല്ല. പിന്നെ നിങ്ങളുടെ അച്ഛന്റെ കൂടെ ഒരു 10 പേരെയും കാണാതായിട്ടില്ല. പിന്നെ ഈ അടുത്തെങ്ങും ഒരു ഇലക്ഷനും വരുന്നില്ല. അപ്പൊ പിന്നെ നിങ്ങളുടെ ഈ ആവശ്യങ്ങളൊക്കെ ഈ ഗവൺമെന്റിന് ഒരു അനാവശ്യമാണ്. മോളെ, ഒരു സർക്കാർ സംവിധാനത്തിന്റെ എല്ലാ സൗകര്യങ്ങളും എടുത്ത് ഈ കാണാതായ ആളെ കണ്ടുപിടിച്ച് തരാൻ മോൾക്ക് എന്ത് പ്രിവിലേജ് ആണുള്ളത്? നമ്മളൊക്കെ സാധാരണക്കാരാണ്. നമ്മൾക്കൊന്നും ഈ ഗവൺമെന്റ് ഒരു പ്രിവിലേജും തരൂല. അപ്പോൾ മോള് ചോദിക്കാം, അർജുൻ എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് വേണ്ടി 1 മാസത്തോളം കർണാടകയിൽ തെരച്ചിൽ നടത്തിയില്ലേന്ന്. ശരിയാണ്, അന്ന് ഇവിടം ഭരിച്ചിരുന്നത് ഇടതുപക്ഷ സർക്കാരാണ്. ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ച് ഓരോ ജീവനും വിലപ്പെട്ടതാണ്. അപ്പോൾ അവരത് ചെയ്യും. പിന്നെ മോളെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഗണന ഈ ഗവൺമെന്റിൽ നിന്ന് കിട്ടണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്കൊരു കോഫി ഷോപ്പ് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജ്വല്ലറി കട വേണം, അല്ലെങ്കിൽ മിനിമം ഈ മന്ത്രിസഭയിലുള്ള ആരെയെങ്കിലും വിളിച്ചൊരു വിരുന്ന് കൊടുക്കണം. ഇത്രയൊക്കെ ചെയ്യാതെ ഒരു പരിഗണന നിങ്ങൾക്ക് ഈ ഗവൺമെന്റിൽ നിന്ന് കിട്ടില്ല. പിന്നെ ഈ പള്ളിയിൽ അച്ഛൻ്റെയും മുസ്ലിയാരുടെയും നമ്പൂതിരികളുടെയൊക്കെ വാക്കുകൾ കേട്ട് വോട്ടുകൾ കുത്തുമ്പോൾ നമ്മൾ ഒന്നും കൂടെ ആലോചിക്കണം. പിന്നെ ഈ ഗവൺമെന്റിനോടും ഈ സിസ്റ്റത്തിനോടും പറയുകയാണ്, ഈ കുട്ടികളുടെ കരച്ചിൽ കണ്ടിട്ടെങ്കിലും നിങ്ങൾ മാക്സിമം ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് ഇന്ത്യയിലെ ഒരു പൗരൻ എന്ന നിലയിൽ അപേക്ഷിച്ച് നിങ്ങളോട് പറയുകയാണ്.